യഥോധർമ്മ തഥോ ജയ. പ്രിയ ഭക്തരെ പ്രണാമം. ഞാൻ പറഞ്ഞു വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഹസ്തിനപുരി കൊട്ടാരത്തിലെത്തിയ യുധിഷ്ഠിരനും പാണ്ഡവരും ദുര്യോധനൻ്റെ അമ്മാവനായ ശകുനിയും ധർമ്മപുത്രനും തമ്മിൽ കളിച്ച ചൂതാട്ടത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട എല്ലാം പണയപ്പെടുത്തിയ യുധിഷ്ഠിരൻ്റെയും ആ സഭയിലേക്ക് പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരാൻ ദുര്യോധനൻ ആജ്ഞാപിക്കുന്നതും ദുശാസനൻ പാഞ്ചാലിയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമായ ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. സഭയിലേക്ക് തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് പാഞ്ചാലി താൻ രഥസ്വലയാണെന്നും ഒറ്റ വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളെന്നും ഒരു കാരണവശാലും തന്നെ ഈ സമയത്ത് സഭയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ദുശാസനോട് അപേക്ഷിക്കുന്നതും, എന്നാൽ ദുശാസനൻ നീ ഇപ്പോൾ നമ്മുടെ ദാസിയാണെന്നും ആയതിനാൽ നീ വസ്ത്രം ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ എന്തു തന്നെ ആയാലും സഭയിലെത്തിയേ തീരുള്ളൂ എന്നും ദാസിയായ നീ ഇനി വസ്ത്രം ധരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും നാം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും സഭയിലെത്തിക്കഴിഞ്ഞപ്പോൾ വ്യക്തമായ രീതിയിൽ സഭയെ വീക്ഷിക്കാൻ കഴിയാതിരുന്ന പാഞ്ചാലി ദുശാസനൻ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ കൂടെ ഉലച്ച് കൊണ്ടിരുന്നുവെങ്കിലും ആ സഭയെ ദ്രൗപദി മൊത്തം വീക്ഷിക്കുകയും തൻ്റെ ഭർത്താക്കന്മാരായ പാണ്ഡവരിയ്ക്കുന്ന ഭാഗത്തേക്ക് ദയനീയമായി നോക്കിയപ്പോൾ ഭർത്താക്കന്മാർ വളരെയധികം രോഷാകുലരാണെന്നും ദ്രൗപദിയുടെ ഈ അവസ്ഥ കൂടി കണ്ടപ്പോൾ അവർ കൂടുതൽ രോഷം കൊള്ളുകയാണെന്നും എന്നാൽ ഒന്നും മിണ്ടാൻ കഴിയാതെ അവർ നിശബ്ദരായിരിക്കുന്നതും കണ്ടപ്പോൾ സഭയിലിരുന്ന മറ്റാൾക്കാരെ നോക്കിയിട്ട് ദ്രൗപദി ഇപ്രകാരം പറഞ്ഞു: രഥസ്വലയായി ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചിരിക്കുന്ന എന്നെ ഈ വിധത്തിൽ സഭയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് കണ്ടിട്ടും അല്പം പോലും ധാർമ്മിക തോന്നാത്ത ഈ സഭാവാസികളുടെ ധർമ്മചിന്ത പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയോ? ഈ സഭയിൽ ഇപ്പോൾ ഭീഷ്മരും ദ്രോണരും കൃപരും വിതുരരും ഒന്നുമില്ലെന്നുണ്ടോ? അവരിതൊന്നും കാണുന്നില്ലെന്നുണ്ടോ? അതോ ഈ സഭയിലുള്ള എല്ലാ ആൾക്കാരും ധാർത്തരാഷ്ട്രന്മാരെപ്പോലെ ധർമ്മം നശിച്ച് അധർമ്മികളായി തീർന്നു? ഈ ഭാരതീയരെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ധർമ്മം നഷ്ടപ്പെട്ട് അധർമ്മത്തിലെത്തിപ്പെട്ടോ? ഈ അബലയായ ഒരു സ്ത്രീയെ ഈ വിധം ഈ നീചൻ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും അതിനെ ചെറുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് പാഞ്ചാലി ഇങ്ങനെ ചോദിക്കുകയും, എന്നാൽ ഈ സമയത്ത് വീണ്ടും ആ തലമുടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുലച്ചുകൊണ്ട് ദാസി ദാസി എന്ന് ഘോഷിക്കുന്ന ദുശാസനനോടൊപ്പം സഭയിലുണ്ടായിരുന്ന കർണനും ശകുനിയുമൊക്കെ കൈയടിച്ച് ഫേഷ് ഫേഷ് എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും ഇത് എല്ലാം കണ്ട് തലയാട്ടി ആനന്ദിച്ചിരിക്കുകയും ചെയ്യുകയായിരുന്നു ദുര്യോധനൻ. ആ സമയത്ത് ആ സഭയിലുണ്ടായിരുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെല്ലാം ഇതൊന്ന് കാണാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ തല കുമ്പിട്ട് കുനിഞ്ഞിരിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ സമയത്ത് ദ്രൗപദിയുടെ ചോദ്യത്തിന് മറുപടി എന്നോണം ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞു: സുഭഗേ, ധർമ്മത്തിൻ്റെ സത്യം അതിസൂക്ഷ്മമാണ്. ഈ സന്ദർഭത്തിൽ ധർമ്മോചിതമായ രീതിയിൽ എനിക്ക് പ്രതിവചിക്കാൻ കഴിയുന്നില്ല. കാരണം കള്ളച്ചൂതാടിയാണ് യുധിഷ്ഠിരനെ തോൽപ്പിച്ചതെങ്കിലും യുധിഷ്ഠിരൻ സ്വയം തോൽവി സമ്മതിച്ചതിനാൽ നമുക്കതിൽ ഇടപെടാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, സ്ത്രീ എപ്പോഴും ഭർത്താവിന് വിധേയയാണ്. ഭർത്താവായ മഹാരാജാവ് തോറ്റുകഴിഞ്ഞപ്പോൾ, അടിമയായി കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം ഭാര്യയും അടിമയായി തീർന്നിരിക്കുന്നു. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് ഭീഷ്മർ
പ്രതിവചിക്കുകയും ഇത് കേട്ട ദ്രൗപദി ഇപ്രകാരം തിരിച്ചു സംസാരിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയ ഭർത്താവായ യുധിഷ്ഠിരൻ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനും ഒരു രീതിയിലും അധർമ്മം സ്വയം ചിന്തിക്കുക പോലും ചെയ്യാത്ത വ്യക്തിത്വവുമാണ്. ആ വ്യക്തിയെ ഒരു കാരണവശാലും മനസ്സോടെ ഇവിടെ ചൂത് കളിക്കുന്നതിലേക്ക് വേണ്ടി എത്തിയതല്ല. വളരെ നിർബന്ധപൂർവം അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കള്ളച്ചൂതാടി ഇവിടെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും മനസ്സുകൊണ്ട് പോലും ഒരു പാവചിന്ത ഉണ്ടാവാത്ത അദ്ദേഹത്തെ മനസ്സുകൊണ്ട് പോലും ഒരു വാക്കിലോ പ്രവൃത്തിയിലോ അദ്ദേഹത്തിൽ ദോഷം കാണാൻ എനിക്ക് കഴിയില്ല, ഞാൻ പറയുകയുമില്ല. എന്നാൽ പൂർണ്ണമായും കളിയിലൂടെ തോറ്റ് അടിമയായി എന്ന് പറയുന്ന യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം അടിമയായതിനു ശേഷം വീണ്ടും ഭാര്യയെ പണയം വയ്ക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരം വീണ്ടും പണയം വച്ചപ്പോൾ, അതായത് സ്വതന്ത്രനല്ലാത്ത അസ്വതന്ത്രൻ സ്വതന്ത്രയെ പണയം വെച്ചാൽ എങ്ങനെയാണ് പണയമാകുന്നത്, ഞാൻ എങ്ങനെയാണ് അടിമയാകുന്നത് എന്ന് ഈ സഭയിലുള്ള നിങ്ങൾ എന്നെ അറിയിച്ചാലും ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് ദ്രൗപദി ആ സഭയോട് ചോദിക്കുകയും ഈ സമയത്ത് ഇതെല്ലാം കണ്ടിരിക്കുകയായിരുന്ന ഭീമസേനൻ രോഷാകുലനായി ഇപ്രകാരം ജ്യേഷ്ഠനെ നോക്കി പറയുകയും, എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങ് ചൂതാടിയതിനോ ചൂതുകളിയിലൂടെ നമുക്കുള്ള സർവ്വസമ്പത്തും നഷ്ടപ്പെടുകയും നമ്മളെ അനുജന്മാരെ എല്ലാവരെയും അങ്ങ് പണയവസ്തുവായി വച്ചതിലും എനിക്ക് അങ്ങയോട് വിരോധമില്ല. പക്ഷേ ഞാൻ പൂർവ്വകാലങ്ങളിൽ നടന്നിട്ടുള്ള പല ചൂതാട്ടങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രാജാക്കന്മാരും ചൂതാടുന്ന രാജാക്കന്മാരൊന്നും ഇന്നേ വരെ സ്വഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. മാത്രവുമല്ല, ചൂതാട്ടക്കാരായ മഹാരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ അന്തഃപുരങ്ങളിൽ അനേകം ദാസിമാരുണ്ടാവും. ആ ദാസിമാരുടെ കൂട്ടത്തിൽ ആഭിസാരികമാരും ഉണ്ടാകും. അതിലൊരു ആഭിസാരികയെ പോലും ഇന്നേ വരെ പണയം വെച്ച് ചൂത് കളിച്ചിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. ആയതിനാൽ ഇത് മാനസികമായി അംഗീകരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. സഹദേവ, നീ ഒരു പന്തം കൊളുത്തിഞ്ഞ് കൊണ്ടുവരൂ, ഈ ചൂതാട്ടക്കാരൻ്റെ 2 കരങ്ങളും ഞാൻ ചുട്ട് കരിക്കട്ടെ എന്ന് ഭീമസേനൻ പറയുകയും ഇത് കേട്ട സഭ സ്തംഭിച്ചിരിക്കുകയും പെട്ടെന്ന് അർജുനൻ ചാടി എണീറ്റ്, ജ്യേഷ്ഠ ഭീമസേന, അങ്ങ് എന്താണ് പറഞ്ഞത്? ഇന്നേ വരെ യുധിഷ്ഠിര മഹാരാജാവിന് എത്ര വാക്കുകൾ മിണ്ടിയിട്ടില്ലാത്ത അനുജന്മാരായ നമ്മൾ ഇന്ന് അദ്ദേഹത്തെ എതിർക്കുകയോ? ധർമ്മച്യുതി ഉണ്ടാവാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. പാണ്ഡവർ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കണം എന്ന ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ധാർത്തരാഷ്ട്രന്മാർ ഇത്തരം ഒരു കെണിയൊരുക്കി നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല, നമ്മളിൽ നിന്ന് ധർമ്മചിന്ത അകലാൻ പാടില്ല. ഇത് അർജുനൻ പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് ഭീമസേനൻ ശാന്തനാവുകയും, ശരിയാണ് അനുജ, എനിക്ക് ഈ ദ്രൗപദിയുടെ കഷ്ടം കണ്ടിട്ട് ഒരു കാരണവശാലും അവളിതിന് അർഹയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നെ തന്നെ മറന്നുപോയി. ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ പോലെ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തി ഈ ഭൂലോകത്ത് തന്നെ മറ്റാരുമില്ല, അദ്ദേഹത്തെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് ഭീമസേനനും അർജുനനും സ്ഥലങ്ങളിലിരിക്കുകയും ഇത്രയുമായി കഴിഞ്ഞപ്പോൾ ധാർത്തരാഷ്ട്രന്മാരിൽ, അതായത് കൗരവന്മാരിൽ ധർമ്മനിഷ്ഠ ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയായ വികർണൻ ചാടി എണീക്കുകയും അദ്ദേഹം സഭയിൽ ഈ വിധം ചോദിക്കുകയും ചെയ്തു, സഭാവാസികളായ ക്ഷത്രിയന്മാരെ, നിങ്ങളെന്താണ് ഈ ദ്രൗപദിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ വെറുതെ ഇരിക്കുന്നത്? അച്ഛാ, മുത്തച്ഛ, നിങ്ങൾ വെറുതെ ഇരിക്കാതെ ദ്രൗപദി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ എന്ന് പല പ്രാവശ്യം വികർണൻ ആവശ്യപ്പെട്ടിട്ടും ആരും മിണ്ടാതെ തലകുനിച്ചിരിക്കുന്നത് കണ്ടിട്ട് വികർണൻ ഇപ്രകാരം പറഞ്ഞു, സഭാവാസികളെ, ഞാൻ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് മനസ്സാലല്ല ഈ ചൂതാടുന്നതിലേക്ക് വേണ്ടി ഇവിടെ വന്നത്. ഇവിടെ ഈ ചൂതിനെ നിർബന്ധിച്ച് കളിപ്പിച്ചതാണ്. മാത്രവുമല്ല, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സ്വകാര്യ സ്വത്ത്, സ്വന്തം വക മാത്രമല്ല ഈ ദ്രൗപദി. പാണ്ഡവരുടെ 5 പേരുടെയും ഭാര്യയായ പാഞ്ചാലിയെ
യുധിഷ്ഠിര മഹാരാജാവിന് മാത്രമായി പണയം വയ്ക്കാൻ എന്ത് അവകാശമാണുള്ളത്? അങ്ങനെ പണയം വെച്ചാൽ എങ്ങനെയാണ് അത് പണയവസ്തുവാകുന്നത്? ബാക്കി 4 പേരും സമ്മതിച്ച് 4 പേരും കൂടെ അല്ലാതെ പണയം വയ്ക്കുന്ന പാഞ്ചാലി ഒരു കാരണവശാലും യുധിഷ്ഠിരൻ മാത്രം പണയം വെച്ചാൽ പണയവസ്തു ആവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സത്യമാണ്. പാഞ്ചാലി സ്വതന്ത്രയാണ്. അവളെ പറഞ്ഞയക്കാൻ ഈ സഭ അനുവദിക്കണം എന്ന് വികർണൻ ആവശ്യപ്പെടുകയും ഇത് കേട്ട് സഭ വികർണന് ജയ് വിളിക്കുകയും ചെയ്ത സമയത്ത് മറുപടി പറഞ്ഞത് ആ സഭയിലുണ്ടായിരുന്ന കർണനായിരുന്നു. ഹേ വികർണ, നീ ഒരു വിഡ്ഢിയെ പോലെ സംസാരിക്കരുത്. നിന്നെക്കാൾ ശ്രേഷ്ഠനും പ്രബുദ്ധരുമായ അനേകം മുതിർന്ന വ്യക്തികൾ ഈ സഭയിലുണ്ട്. അവരാരും പാഞ്ചാലിയുടെ ചോദ്യത്തിന് മറുപടി പറയാത്തതിന് കാരണം അവരാരും വിഡ്ഢികളായതുകൊണ്ടോ വിവരമില്ലാത്തതുകൊണ്ടോ കാര്യമറിയാത്തത് കൊണ്ടോ അല്ല. അവർക്കറിയാം യുധിഷ്ഠിരൻ പണയം വെച്ച് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ്റെ അനുജന്മാരും യുധിഷ്ഠിരൻ്റെ ഭാര്യയും ഒക്കെ അടിമയായി കഴിഞ്ഞു എന്ന്. അതിനാലാണ് അവർ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ നിനക്ക് മാത്രം അത് ബോധ്യമായില്ലെങ്കിൽ, പാണ്ഡവരുടെ അടിമത്വം അംഗീകരിക്കാൻ നിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ ഇപ്പോൾ ബോധ്യമാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ദുശാസനോട് പറഞ്ഞു, ദുശാസന, ഈ പാണ്ഡവന്മാർ അണിഞ്ഞിരിക്കുന്ന രാജകീയ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വാങ്ങുക. നമ്മോടൊപ്പം രാജാക്കന്മാരായി സഭയിലിരിക്കാൻ അടിമകളായ പാണ്ഡവർക്ക് ഇനിയും അവകാശമില്ല എന്ന് കർണൻ പ്രഖ്യാപിക്കുകയും ഇത് കേട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ പാണ്ഡവർ ഓരോരുത്തരും അവരുടെ രാജകീയമായ മേൽവസ്ത്രങ്ങളെല്ലാം അഴിച്ച് തറയിലിടുകയും ഈ സമയം പാഞ്ചാലി മാത്രം വെറുതെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പാഞ്ചാലിയുടെ ചേലയിൽ പിടിച്ച് അഴിക്കടി ദാസി എന്ന് പറഞ്ഞ് ദുശാസനൻ ചേല വലിച്ചഴിക്കാൻ ശ്രമിക്കുകയും അരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ചാലി കണ്ണുകൾ പൊത്തിക്കൊണ്ട് ആ സദസ്യരോട് അരുത് അരുത് അനുവദിക്കരുത്, ഇവനെ ചെറുക്കുക എന്ന് ആവശ്യപ്പെടുകയും രജസ്വലയായ ഞാൻ ഒറ്റ വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ, ഈ സഭയിൽ വെച്ച് എന്നെ അപമാനിക്കരുത് എന്ന് പറഞ്ഞിട്ടും ആരും ഉണ്ടാതിരുന്ന സമയത്ത് പാഞ്ചാലി ഇങ്ങനെ കൃഷ്ണ, അഗതിരക്ഷക, ലോകപാലക, അന്തരാമിയായ അങ്ങ് ഈ പാപം അവരെയായ ആരും രക്ഷയ്ക്കില്ലാതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആയിരക്കണക്കിന് പുരുഷന്മാരുടെ ഇടയിൽ വെച്ച് എന്നെ അപമാനിക്കാൻ ഇടവരുത്തുന്ന ഈ സന്ദർഭത്തിൽ അങ്ങനെ രക്ഷിക്കണമേ, എന്നോട് കരുണ കാട്ടണമേ, കണ്ണാ അങ്ങ് കാണുന്നില്ലയോ എന്ന് വിളിച്ചിങ്ങനെ അപേക്ഷിക്കുകയും അത്ഭുതമെന്ന് പറയട്ടെ, ദുശാസനൻ ഒറ്റ വസ്ത്രം ധരിച്ചിരുന്ന ദ്രൗപദിയുടെ വസ്ത്രം വലിച്ചഴിക്കുകയും അതേ സമയത്ത് അതേപോലെ മറ്റൊരു വസ്ത്രം അണിഞ്ഞ് ദ്രൗപദി നിൽക്കുന്ന കാണുകയും ചെയ്തു. ഇത് കണ്ടിട്ടും ദുശാസനൻ വീണ്ടും ആ ചേലയും വലിച്ച് അഴിക്കുകയും അതേ ഭാഗത്ത് ചേല കാണുകയും വീണ്ടും ദുശാസനൻ ഓരോ ചേലകൾ അഴിക്കുന്നതനുസരിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പാഞ്ചാലി അങ്ങനെ നിൽക്കുന്ന കാണുകയും സഭ ഒന്നടങ്കം കരഘോഷത്താൽ ദ്രൗപദിക്ക് അഭിവാദ്യം അർപ്പിക്കുകയും അതോടൊപ്പം കൃഷ്ണനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കൂടുതൽ വാശിയോടുകൂടി ദുശാസനൻ വീണ്ടും ഓരോ വസ്ത്രങ്ങളായി ഇങ്ങനെ അഴിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. വിനാഴികകൾ കഴിയുമ്പോൾ അടുത്ത് വസ്ത്രത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ കൂടിക്കഴിഞ്ഞിട്ടും ദുശാസനൻ തളർന്ന് വീഴാറായിട്ടും ദ്രൗപദിയുടെ വസ്ത്രങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ദുശാസനൻ തളർന്ന അവശനായി മാറുകയും ഇതെല്ലാം കണ്ടിരുന്നിരുന്ന ഭീമൻ ഒന്നുകൂടെ മേഘഗർജനത്തിൽ ഈ രീതിയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ഹേ ക്ഷത്രിയരെ, നിങ്ങളുടെ മുന്നിൽ ഞാനിതാ ഒരു ശപഥം ചെയ്യുന്നു. ക്ഷത്രിയ വർഗത്തിന് തന്നെ അപമാനമായ, നീചന്മാരിൽ നീചനും ദുഷ്ടന്മാരിൽ ദുഷ്ടനുമായ ഈ ദുശാസനനെ പോരിൽ ഇവൻ്റെ നെഞ്ച് ഞാൻ അടിച്ച് പിളർന്ന് ഇവൻ്റെ ചോര ഞാൻ പാനം ചെയ്യുന്നതാണ് ഇത് സത്യം എന്ന് ഭീമസേനൻ ആ സഭയിൽ സത്യം ചെയ്യുകയും ആ സത്യം കേട്ട് കഴിഞ്ഞ സഭ ഭീമനെ പ്രകീർത്തിച്ചുകൊണ്ടും ദുശാസനനെ പരിഹസിച്ചുകൊണ്ടും പല രീതിയിലുള്ള വാചകങ്ങളും അങ്ങനെ സഭയിൽ ഉച്ചത്തിൽ കേൾക്കാനിടയായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ സഭയിൽ ഉണ്ടായിരുന്ന സഭാവാസികൾ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങ് കണ്ണുകൾ കാണാത്ത കുരുടൻ മാത്രമാണോ, ചെവിയും കേൾക്കാത്ത വ്യക്തിയായി കഴിഞ്ഞോ? ഒരു കാരണവശാലും
പാഞ്ചാലിയോട് അനീതി പ്രവർത്തിക്കരുത്, അവളോട് നീതി കാണിക്കുക, അവൾക്ക് നീതി നൽകുക എന്ന് സഭയിൽ നിന്ന് ആവശ്യപ്പെടുകയും ഈ ആവശ്യം എല്ലാം കേട്ട സമയത്ത് പന്തിയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ ദ്രൗപദിയെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും എന്നാൽ ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി വീണ്ടും ദുശാസനൻ കടന്നു പിടിക്കാൻ പോയപ്പോൾ ഒരു പുലിയെപ്പോലെ ചീറ്റിക്കൊണ്ട് ദ്രൗപദി ദുശാസനോട് പറഞ്ഞു, ഹേ നീജ, മാറി നിൽക്ക്, നീ കണ്ടതല്ലേ, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം നേടിയ ഞാൻ ഇപ്പോൾ അശക്തയല്ല, അബലയുമല്ല, മാത്രമല്ല കള്ളച്ചൂതനുകൾ തോറ്റ് ഇപ്പോൾ വെറുതെയിരിക്കുന്നുവെങ്കിലും ധീര ശൂര പരാക്രമികളായ പാണ്ഡവരുടെ പത്നിയായ ഞാൻ ഒരു കാരണവശാലും അബലയല്ല. അതിനാൽ എന്നെ ഇനി സ്പർശിച്ചു പോകരുത്, മാറി നിൽക്കാൻ ദുശാസനോട് ആവശ്യപ്പെട്ടതിന് ശേഷം സദസ്സിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, സദസ്യരെ, ഈ സഭയിലേക്ക് എന്നെ ആനയിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആയിരക്കണക്കിന് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുള്ള ഈ സഭയിൽ ആദ്യം വിനയമോ നിങ്ങളെ ആദരിക്കുന്നതിനോ നിങ്ങളെ നമസ്കരിക്കുന്നതിനോ വണങ്ങുന്നതിനോ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് നിങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും സാഷ്ടാംഗം വണങ്ങുന്നു, പ്രണമിക്കുന്നു. പക്ഷേ നിങ്ങളോട് ഞാൻ വീണ്ടും ആ ചോദ്യഭാരം ആവർത്തിക്കുന്നു, ഞാൻ സ്വതന്ത്രയാണോ അതോ അടിമയാണോ? ഈ സദസ്സിൽ അനേകം മക്കളും മരുമക്കളും ഉള്ള അനേകം വ്യക്തിത്വങ്ങളുണ്ട്. ഈ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ട് പറയൂ, അസ്വതന്ത്രനായ ഒരു വ്യക്തി സ്വതന്ത്രയായ എന്നെ പണയം വച്ചാൽ എങ്ങനെയാണത് പണയമാകുന്നത്? അത് സത്യമാണോ? ഞാൻ സ്വതന്ത്രയാണോ എന്ന കാര്യം അറിയിച്ചാലും എന്ന് സഭയോട് വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്ത പാഞ്ചാലി ഈ സമയത്ത് പാഞ്ചാലിയോട് ദുര്യോധനൻ പറഞ്ഞു, ഈ ചോദ്യം നീ ഉന്നയിക്കേണ്ടത് നിൻ്റെ ഭർത്താക്കന്മാരായ ഈ പാണ്ഡവരോടാണ്. അവർ പറയട്ടെ, അവരുടെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ അവരെ പണയം വച്ചതോ, യുധിഷ്ഠിരൻ പണയം വെച്ച അവരുടെയും കൂടെ ഭാര്യയായ നീ അടിമയായിട്ടില്ല, ജ്യേഷ്ഠൻ്റെ വാക്കുകൾ ധിക്കരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് യുധിഷ്ഠിരൻ പോയിട്ട് പാണ്ഡവരിൽ മറ്റു 4 പേരും പറയുകയാണെങ്കിൽ നിന്നെ നമ്മൾ ഇപ്പോൾ സ്വതന്ത്രമാക്കാം, നിന്നെ സ്വതന്ത്രയായി പ്രഖ്യാപിക്കാം, നീ അവരോട് ചോദിക്കുക എന്ന്. ഈ സമയം ഭീമസേനൻ അവിടെ നിന്ന് പറഞ്ഞു, നമ്മുടെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ സത്യധർമ്മ നീതികൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന വ്യക്തിയായതിനാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കളങ്കം ഉണ്ടാക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മുടെ പത്നിയായ പാഞ്ചാലിയെ ഈ രീതിയിൽ അപമാനിച്ച വ്യക്തി ഇന്നും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് ആ മനുഷ്യനെ നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം നമ്മുടെ ജ്യേഷ്ഠൻ മാത്രമല്ല, ഗുരുവും കൂടെയാണ്. അദ്ദേഹത്തെ പൂർണ്ണമായും നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സഭയിൽ നടന്ന സർവ്വ സംഭവങ്ങളും സാക്ഷിയായിട്ടും ബലവാന്മാരായ നമ്മൾ അബലന്മാരായിരിക്കുന്നത് എന്ന് ഭീമസേനൻ പ്രതിവചിക്കുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, തുടർക്കഥ അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കാം. തൽക്കാലം ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.